ഘടകങ്ങൾ അല്ലെ, സോറി കോൺസെൻട്രേഷൻ അല്ല, റിയാക്ഷൻ റേറ്റിനെ റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലെ, എന്തൊക്കെയായിരുന്നു? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്, എക്സ്പോഷർ ടു ലൈറ്റ്, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇത്രയും സംഗതികളാണ് എന്ത് നമുക്ക് ഈ പറയുന്ന റിയാക്ടന്റിന്റെ റേറ്റ് ഓഫ് റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെ. അതിൽ ഏതിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടായിരുന്നത്? കോൺസെൻട്രേഷനെ കുറിച്ചാണ് പഠിക്കണ്ടായിരുന്നത് അല്ലെ. കോൺസെൻട്രേഷൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓർഡർ കണ്ടു, മോളിക്കുലാരിറ്റി കണ്ടു, കമ്പാരിസൺ, ചെറിയ ടേബിൾ അല്ലെ. പിന്നെ അതിന് ശേഷം എന്താണ് എലിമെന്ററി ഓപ്പറേഷൻസ്, എന്തായിരുന്നു എലിമെന്ററി റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സിസ്റ്റം, എന്തായിരുന്നു കോംപ്ലക്സ് റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സിസ്റ്റം അല്ലെ. രണ്ട് പോയിന്റുകൾ കണ്ടു. അതിനുശേഷമാണ് നമ്മൾ എന്ത് കണ്ടത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് കണ്ടത്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഏതിന്റെയൊക്കെ പഠിച്ചു? നമ്മൾ സീറോ ഓർഡറിന്റെ പഠിച്ചു, ഫസ്റ്റ് ഓർഡറിന്റെ പഠിച്ചു. സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? K ഈക്വൽ ടു A0 മൈനസ് A ഡിവൈഡഡ് ബൈ T. ഫസ്റ്റ് ഓർഡറിന്റെ എന്തായിരുന്നു? 2K ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ T ലോഗ് A0 ബൈ A. പിന്നെന്തായിരുന്നു? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ അല്ലെ. റിയാക്റ്റൻസിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ അല്ലെ. ആദ്യമുള്ളതിന്റെ നേരെ എന്താവണം? പകുതിയാവും. ആദ്യമുള്ളതിന്റെ എന്താണ്? നേരെ പകുതി ആവാൻ വേണ്ട സമയത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിയാക്ഷന്റെ ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, ശരിയല്ലേ? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. അതും എത്ര ഇക്വേഷൻസ് കണ്ടു നമ്മള്? രണ്ട് ഇക്വേഷൻസ് കണ്ടു. ഏതൊക്കെയാ? സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും. അപ്പൊ സീറോ ഓർഡർ എന്തായാലും ഇക്വേഷൻ വന്നത് T ഹാഫ് ഈക്വൽ ടു A0 ഡിവൈഡഡ് ബൈ 2K. അപ്പൊ അതിലൊരു പ്രത്യേകത എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് ഏതില്? സീറോ ഓർഡറിൽ. അതേസമയം ഫസ്റ്റ് ഓർഡറിൽ എന്തായിരുന്നു വന്നത്? T ഹാഫ് ഈക്വൽ ടു 0.693 ബൈ K. അതില് ഏതില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. നമ്മൾ പറഞ്ഞു എന്താ? ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണ് പറഞ്ഞത്. അതോടുകൂടി ഈ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവസാനിക്കുക. രണ്ടാമത്തെ ടേം ആണ് എന്ത്? അല്ലെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ ആണ് എന്ത്? ടെമ്പറേച്ചർ. ഏതാണ്? ടെമ്പറേച്ചർ. ഹെഡിങ് കൊടുക്കുക. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. Temperature dependence of rate of a reaction. ഷെറിൻ ഇത് ഒന്ന് മാറ്റിയിട്ട് വരുമോ? ചേഞ്ച് ചെയ്തു. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിവിടെ പരിഗണിക്കുന്നത് റിയാക്ഷന്റെ റേറ്റും അതുപോലെ ആര് ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എന്താണ്? റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് കൂടും കുറയും. എന്താണ് അവിടുത്തെ റിലേഷൻഷിപ്പ്? എങ്ങനെ അങ്ങോട്ട് എത്താം എന്നതാണ് ശ്രദ്ധിക്കുക. അതിൽ ജനറലി നമ്മൾ പറയുന്നതാണ്. അപ്പൊ റിയാക്ഷൻ എന്തുണ്ട്? ബന്ധമുണ്ട്. റിയാക്ഷന്റെ റേറ്റിന് ആരായിട്ട് ബന്ധമുണ്ട്? ടെമ്പറേച്ചറായിട്ട് ബന്ധമുണ്ട്. ഓരോരോ പോയിന്റുകളായിട്ട് പറഞ്ഞു വരാം. റിയാക്ഷന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾ ആലോചിച്ചു, ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് കൂടുകയോ കുറയോ? ഓട്ടോമാറ്റിക്കലി കൂടാനാണ് സാധ്യത അല്ലെ. ആ ട്രെൻഡ് ആണ് നമ്മൾ നോക്കുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഫസ്റ്റ് പോയിന്റ് അത് ഞാൻ എഴുതിട്ടോ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ആരാണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷന്റെ റേറ്റ് എന്ത് തന്നെയാണ് ചെയ്യുന്നത്? കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്? ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ജനറലി ആണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, ഏറ്റവും ആദ്യം ടെമ്പറേച്ചറും റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ എടുക്കുന്നത്. എന്തായിട്ടുള്ള റിലേഷൻഷിപ്പാണ്? റേറ്റ് കോൺസ്റ്റന്റ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു പോയിന്റ്, നമ്മൾ ഏകദേശം 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടുകയാണെന്ന് കരുതാം. ഒരു റിയാക്ഷൻ നടക്കുകയാണ്.
ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻ റേറ്റ് ഉണ്ടോ, അതിന്റെ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ടോ അല്ലെ? ഈ കെ എന്തായിരുന്നു, കെയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു ഓർക്കുണ്ടോ? കെ ഈക്വൽ ടു ആരെയാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻസ് ആർ 1 അല്ലെങ്കിൽ യൂണിറ്റി, അതിനാണ് കെ എന്ന് പറയുന്നത്. അപ്പോ ജസ്റ്റ് ഒരു കണക്ക് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. 10 ഡിഗ്രി സെൽഷ്യസില് നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് എത്രയാണെന്ന് കരുതുക, കെ ആണെന്ന് കരുതുക. അപ്പൊ 20 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴോ അത് ഓൾമോസ്റ്റ് എന്താവും, എത്ര കെ ആയി? ഓൾമോസ്റ്റ് എത്ര കെ ആയത്, എത്ര കെ ആ? അപ്പോ എന്താ അവിടെ വരുന്നത്, ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ, എന്താ സംഭവിക്കുന്നത്? ഡബിൾ ആയി. ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, ഏകദേശം കണക്കായി അങ്ങനെയാണ് വരിക. അതായത് ഫോർ എവരി എത്ര ഡിഗ്രി റൈസ്, ഫോർ എവരി എത്ര ഡിഗ്രി കൂടിയത്, ഫോർ എവരി 10 ഡിഗ്രി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഓൾമോസ്റ്റ് എന്താണ്, ഡബിൾ. ഓൾമോസ്റ്റ് എന്താണ്, ഡബിൾ ആവാനാണ് സാധ്യത. എപ്പോഴും ഡബിൾ ആവുന്നാണോ പറയുന്നത്? അല്ല, ഏകദേശ കണക്കാണ് നമ്മൾ പറയുന്നത്. 10 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, കൂടുന്നതെങ്കിൽ ഓൾമോസ്റ്റ് റേറ്റ് കോൺസ്റ്റന്റ് എന്താവും, ഡബിൾ ആവും. റേറ്റ് കോൺസ്റ്റന്റ് കൂടാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? റേറ്റ് കോൺസ്റ്റന്റ് ശരിക്കും ആരാ? എപ്പോ ഉള്ള റേറ്റാ? കോൺസെൻട്രേഷന്റെ യൂണിറ്റ്, സോറി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 1 ആകുമ്പോഴുള്ള റേറ്റ് ആണ്. അപ്പൊ കെ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? കെ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓട്ടോമാറ്റിക്കലി ആ റിയാക്ഷന്റെ റേറ്റ് എന്താണ്, കൂടുകയാണ് ചെയ്യാം. ഓക്കെ, ഒരു ഓൾമോസ്റ്റ് കണക്കാണ് പറഞ്ഞത് നമ്മൾ. എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രി റൈസ് വരികയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഏകദേശം എന്താവും? പറയേ ഡബിൾ ആവും നമ്മൾ എഴുതുന്നില്ല, ഏകദേശ കണക്കാണ്. എങ്ങാനും വല്ല വൺവേഡ് ഒരു എൻസിആർടിയിൽ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. എങ്ങാനും അറൗണ്ട് എത്ര ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താവും, ഡബിൾ ആവും. അപ്പൊ ടെമ്പറേച്ചറും അതുപോലെ എന്താണ്, റിയാക്ഷൻ റേറ്റും ഇത്രയുള്ള സംഗതി. റിയാക്ഷൻ റേറ്റ് എന്താണ്, ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും, അവരെ വിളിച്ച് ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റിയാക്ഷന്റെ റേറ്റ് എല്ലാ 10 ഡിഗ്രിക്കും റേറ്റ് കോൺസ്റ്റന്റ് നേരെ എന്താവും, 2 പോയിന്റ് ക്ലിയർ അല്ലേ? ആദ്യമായിട്ട് ഈ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് തരുന്നത് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ പക്ക ഒരു രണ്ടും തമ്മിൽ ഇൻക്ലൂഡഡ് ആവുന്ന ഒരു ഇക്വേഷൻ അറീനിയസ് ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ അറീനിയസ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. അറീനിയസ് ഇക്വേഷൻ K equal to A into E raised to minus EA by RT. Okay. ഇതെങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് ആര് തരുന്നത്? അറീനിയസ് നമുക്ക് തരുന്നത്. അറീനിയസ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് വളരെ ക്ലിയർ ആണ് ആരൊക്കെ ഉണ്ട്. K ആരാ? റേറ്റ് കോൺസ്റ്റന്റ്. K ആരാണ്? റേറ്റ് കോൺസ്റ്റന്റ്. T ആരാ? ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ആരൊക്കെ തമ്മിലുള്ള ബന്ധം കിട്ടി? കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ കിട്ടി അല്ലെ? റേറ്റ് കോൺസ്റ്റന്റും പിന്നെ ആരാണ്? ടെമ്പറേച്ചർ. അത് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ. അപ്പൊ ആദ്യത്തെ ക്വാണ്ടിറ്റേറ്റീവ് ഇക്വേഷൻ എന്താണ്? K ഈക്വൽ ടു A ഇൻറ്റു ഇ റേസ് ടു മൈനസ് EA ബൈ RT. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യണം? ബോക്സ് ചെയ്യണം. വേറെ സംഗതിയൊന്നും ഇല്ല, ആ ഇക്വേഷൻ അങ്ങനെ പഠിക്കാവുന്നതാണ്. ഇക്വേഷന്റെ പേരെന്താ? അറീനിയസ് ഇക്വേഷൻ. അപ്പൊ അറീനിയസ് ഇക്വേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഇറ്റ് ഈസ് എ റിലേഷൻ കണക്റ്റിംഗ് ആരൊക്കെയാണ്? ഇറ്റ് ഈസ് എ റിലേഷൻ കണക്റ്റിംഗ് റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കേട്ടോ, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. മാർക്ക് ചെയ്ത് വെക്കുക, ബോക്സ് ചെയ്ത് വെക്കുക. വേറെ എന്തെങ്കിലും എഴുതാല്ലേ? പിന്നെ ഓരോ ടേമുകളായിട്ട് പറയണം. ഇതെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ഇതിനെ വേറൊരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യണം? മാറ്റുമൊക്കെ വേണം. അതൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അതിന് മുൻപ് കുറച്ച് പണികൾ അറിയാം. അപ്പൊ അറീനിയസ് ഇക്വേഷൻ ആണ് എന്ത് നമുക്ക് നോക്കാനുള്ളത്, അറീനിയസ് ഇക്വേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിലത്തെ ഓരോ ടേമുകൾ എന്താ നമ്മൾ പറയണം അല്ലെ? ഓരോ ടേമുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം. അറീനിയസ് ഇക്വേഷനിൽ ആദ്യം കാണുന്ന ടേം എന്താ? K. അപ്പൊ താഴേക്ക് ലിസ്റ്റ് ചെയ്യാം. K ഈക്വൽ ടു താഴേക്ക് ലിസ്റ്റ് ചെയ്യാം. K ഈക്വൽ ടു K എന്താ? നിങ്ങൾക്ക് അറിയുന്നതാണ് റേറ്റ് കോൺസ്റ്റന്റ്. K എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ്.
അപ്പൊ അത് മാർക്ക് ചെയ്യുക. കെ എന്താ താഴേക്ക് മാർക്ക് ചെയ്യുക. കെ ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ. പിന്നെ വേറൊരു സാധനമാണ് എന്ത്, ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ അതൊരു കോൺസ്റ്റന്റ് തന്നെയാണ്. ക്യാപിറ്റൽ എയുടെ പേരാണ് അറീനിയസ് കോൺസ്റ്റന്റ്. മാർക്ക് ചെയ്ത് വയ്ക്കുക, അറീനിയസ് കോൺസ്റ്റന്റ്. ക്യാപിറ്റൽ എയുടെ പേരാണ് എന്ത്, അറീനിയസ് കോൺസ്റ്റന്റ്. ക്യാപിറ്റൽ എ അറീനിയസ് കോൺസ്റ്റന്റ്. ബ്രാക്കറ്റിൽ എഴുതുക അറീനിയസ് പാരാമീറ്റർ. പല പല പേരുകൾ. അറീനിയസ് പാരാമീറ്റർ. വീണ്ടും ബ്രാക്കറ്റിൽ എഴുതുക ഫ്രീക്വൻസി ഫാക്ടർ. എന്താണ് ഫ്രീക്വൻസി ഫാക്ടർ? പല പല പേരുകളിൽ എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു. ഫ്രീക്വൻസി ഫാക്ടർ, അറീനിയസ് പാരാമീറ്റർ, അല്ലെങ്കിൽ ജനറലി എന്ന് വിളിക്കാം അറീനിയസ് കോൺസ്റ്റന്റ്. അപ്പൊ അത് എന്താന്നുള്ളത് ചോദ്യം ഉണ്ടല്ലേ, വാട്ട് ഈസ് അറീനിയസ് കോൺസ്റ്റന്റ്? അപ്പൊ പൊതുവിൽ നമ്മൾ കോൺസ്റ്റന്റുകളെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യാറ്, ബാക്കിയുള്ള ടേമുകൾ എന്താക്കും, 1 ആക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് പറയാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡയറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് എന്താണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് പറയാം. അത് പറയണമെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പൊ അതിലേക്ക് വരാം. വാട്ട് ഈസ് എ എന്നുള്ള നമുക്ക് സംസാരിക്കാം. ഇനി അവിടെ നിൽക്കട്ടെ. അതിൽ വേറെ കുറച്ച് സാധനങ്ങൾ കാണാണ്ടല്ലേ. എന്താ ഇ എ, ഈ ക്യാപിറ്റൽ ഇ ഇട്ടിട്ട് സബ്സ്ക്രിപ്റ്റ് എ മാർക്ക് ചെയ്തിട്ടല്ലേ. ഇ എ തൊട്ട് താഴെ ലിസ്റ്റ് ചെയ്ത് പോവാ. ഇ എ എന്താണ്, ആക്ടിവേഷൻ എനർജി. ഇ എ എന്താണ്, ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇ എ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആക്ടിവേഷൻ എനർജി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ആരെയും കാണാനുള്ളത് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്താ, യൂണിവേഴ്സൽ പറയോ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ക്യാപിറ്റൽ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ആർ കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഡെൽറ്റ ജി ഈക്വൽ ടു -2.3 ആർ ടി എന്നൊക്കെ പറഞ്ഞു ലോഗ് കേസി അല്ലേ. അതിന്റെ ആറ്. പിന്നെ അതിൽ എന്ത് ടേമൊക്കെ കാണാനുള്ളത്, ടി കാണാനുണ്ടോ? ടി എന്തായിരിക്കും, ടെമ്പറേച്ചർ. T4 ടെമ്പറേച്ചർ. T4 ടെമ്പറേച്ചർ. ഓരോ ടേമുകൾ എന്താന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ ആ ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കുക. പറഞ്ഞ വാട്ട് ഈസ് അറീനിയസ് ഇക്വേഷൻ, K ഈക്വൽ ടു A ഇൻറ്റു ഇ റൈസ് ടു മൈനസ് EA/RT. എന്താണ് അറീനിയസ് ഇക്വേഷൻ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഗിവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇറ്റ് ഗിവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരാണ്, റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. റേറ്റ് കോൺസ്റ്റന്റും അതുപോലെ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്, അറീനിയസ് ഇക്വേഷനിൽ കിട്ടും. ചെറിയ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതായത് നമ്മൾ ഡിഫറൻഷിയേഷൻ പഠിപ്പിച്ചപ്പോ കണ്ടിരുന്നു അല്ലെ. എന്താ ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഈ ചെറിയ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു നമ്മൾ ആക്ച്വലി 2.303 ആണ്. നമ്മള് ഈ LOG അതുപോലെ എന്തായിരുന്നു LN സംസാരിച്ച സമയത്ത് ഈനെ കണ്ടിരുന്നു അല്ലെ. LN എന്ന് പറയുമ്പോൾ ബേസ് ആരാണ്, ഇ ആണ്. LOG എന്ന് പറയുമ്പോൾ ബേസ് എത്രയായിരുന്നു, 10 ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത്, ഇ. അത് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വരണല്ല, അത് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കോൺസ്റ്റന്റ് ആണ്. അതാണ് സ്മോൾ ലെറ്റർ ഇ. നമ്മളത് ഡിഫറൻസിയേഷൻ കാണുമ്പോൾ കാണുന്നുണ്ട്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ കാണുമ്പോൾ കാണുന്നുണ്ട്. അതൊരു ഫംഗ്ഷൻ ആണ്. ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്, ഒരു കർവാണ്. ക്ലിയർ, കുഴപ്പമില്ലല്ലോ. അതാണ് ഇ എന്ന് പറയുന്നത്. അപ്പോ K ഈക്വൽ ടു A ഇൻറ്റു ഇ റൈസ് ടു മൈനസ് EA/RT. ഇത്രയാണ് എന്ത്. അപ്പൊ ഈയുടെ കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല കേട്ടോ, അത് വാല്യൂ ആണ്. കാൽക്കുലേറ്ററിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റന്റ് സിമ്പൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തടിക്കുകയാണ് ചെയ്യുക, ഇ അടിച്ചിട്ട് പവർ അടിച്ചിട്ട് എന്തടിക്കും, ഈ സാധനം അടിക്കും. ഇതോണു ലോഗ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധനം കാണാമല്ലോ കാൽക്കുലേറ്ററിൽ. ലോഗിന്റെ അവിടെ ഉണ്ടാവും. അതൊരു വാല്യൂ ആണ്, മാക്സിന്റെ ഒരു ടൂളാണ്.
ശ്രദ്ധിക്കുക. അപ്പൊ ഇതില് നിങ്ങൾക്ക് അറിയാത്തൊരു ടേം, രണ്ട് ടേമുകൾ ഈ ഇക്വേഷനിൽ നമുക്ക് അറിയില്ല. ഒന്നെന്താ, എ എന്താന്ന് അറിയണം അല്ലെ, നമ്മൾ എഴുതി പേര് എഴുതിയിട്ട് എ എന്താന്ന് അറിയണം, അതുപോലെ എന്താ ഇ എ എന്താന്ന് അറിയണം. ഇ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി. അപ്പൊ ഈ അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം മുന്നോട്ട് പോകുമ്പോ ഇതിന്റെ വിശദീകരണമായിട്ട് വരുന്ന ഒരു തിയറിയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്, ഹൗ ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ പ്രൊസീഡ് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് എന്ത് വരുന്നത്, ഒരു തിയറി കൊണ്ടുപോയിക്കാണ്. എന്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി? എന്താണ് തിയറിയുടെ പേര്? ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. ജസ്റ്റ് ഒന്ന് ഹെഡിങ് ആയിട്ട് ഇടാം. കാര്യങ്ങൾ നോട്ടായിട്ട് പോകാം. അത് മനസ്സിലാക്കി പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നമ്മളത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ ഈ ഭാഗം എടുത്തിരുന്നു. ഇനി അടുത്ത ഭാഗം ഒന്നും എടുക്കാറില്ല. പരീക്ഷിക്കുന്നു എന്താണ് സാധാരണ വരാറില്ല ചോദ്യങ്ങൾ, ഇത്ര ഡീപ്പായിട്ട് വരാറില്ല. അതുകൊണ്ട് അത്രയും ഇതിലേക്ക് പറയാറില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം +2 പരീക്ഷയ്ക്ക് വന്നിരുന്നു, മോഡലിന് അങ്ങോട്ട് ചോദ്യം വന്നിരുന്നു. ഫ്രീക്വൻസി ഫാക്ടർ എന്താണെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പല പേരുകൾ എഴുതി, അറീനിയസ് ഇക്വേഷൻ, അറീനിയസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ അറീനിയസ് പാരാമീറ്റർ, ഫ്രീക്വൻസി ഫാക്ടർ, പല പേരുകളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോവാന്ന് മാത്രം. ഇപ്പൊ ഒന്ന് നോട്ടായിട്ട് തന്നെ പോവാം. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. ട്രാൻസിഷൻ സ്റ്റേറ്റ് ശ്രദ്ധിക്കുക. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്താണ്? വളരെ സിമ്പിൾ ആണ്, വലിയ മറക്കാനുള്ള എന്താണ് തിയറി ഒന്നും ഇല്ല, ഈസി ആയിട്ടുള്ള തിയറിയാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാറ്റം അല്ലേ? ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അവസ്ഥ. അപ്പൊ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എനർജി കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. ബോർഡിൽ ശ്രദ്ധിക്കുക കേട്ടോ, ഇത് എഴുതല്ലേ വരയ്ക്കല്ലേ, പറഞ്ഞിട്ട് ചെയ്യും. Y ആക്സിസിലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. എന്താണ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ? പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ മുന്നോട്ട് പോകണതിന്റെ ഒരു അളവ്. അതായത് ഇവിടെ ഇങ്ങോട്ട് പോകുന്ന പറയാൻ എന്താ? റിയാക്ഷൻ എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോവാണ്. ടൈം ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. Y ആക്സിസിലെ നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് എന്ത്? എനർജി. Y ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? എനർജി. മോളിക്യൂൾസിന്റെ എനർജി ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു മാറ്റം നമ്മളിൽ എങ്ങനെ ഉണ്ടാവുക? സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ, അപ്പൊ നിങ്ങളിവിടെ ട്യൂഷൻ വരികയാണ്, ഓക്കെ, അപ്പൊ നിങ്ങൾ ഒട്ടും പഠിക്കണില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ട്യൂഷൻ ഉണ്ടാവുക. ഒട്ടും പഠിക്കണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് മനസ്സിലാവുണ്ടാവില്ല ചിലപ്പോൾ സ്കൂളിൽ പറയുന്നത് അല്ലെ, പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ട്യൂഷൻ വരുന്നത്. ഒട്ടും പഠിക്കാത്തൊരാളാണ്, അതുകൊണ്ടാണ് തല്ലി പഠിപ്പിച്ചിട്ട് എന്താണ് ട്യൂഷൻ വിട്ടു. ഇയാൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ട്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ? ഇതിനൊരു മാറ്റം ഉണ്ടാവണ്ടേ? വേണ്ടേ? വേണം. അത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നേ. എല്ലാവരും മാറ്റം ഉണ്ടാവണം. ഈ മാറ്റം എങ്ങനെ ഉണ്ടാവാൻ ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ നമ്മൾ നല്ല വാക്ക് പറയും, മോശം വാക്ക് പറയും. ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി വെക്കുമ്പോൾ എന്തുണ്ടാവും? ആള് ചിലപ്പോൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും അല്ലെ? രക്ഷപ്പെടുന്ന വെച്ചാൽ ആള് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? പഠിക്കാൻ തുടങ്ങും. അപ്പൊ ചില ആളുകൾ പലപ്പോഴും ഭാഷ ഒബ്സർവ് ചെയ്യാറില്ല. അതായത് ട്യൂഷന് വരുമ്പോ ആകെ പ്രശ്നമായിരിക്കും. കുറെ കഴിയുമ്പോ എന്താ മാറിയിട്ടുണ്ടാവും. കുറെ കഴിയുമ്പോൾ ട്രാക്കിലായിട്ടുണ്ടാവും, പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. വളരെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ എന്ത് കിട്ടണം? ചില ആൾക്കാർക്ക് ആ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ചിലപ്പോൾ എന്ത് കിട്ടിയാൽ ഒരു ചെറിയൊരു പുഷ് കിട്ടിയാൽ മതി അല്ലെ, ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമ്മള് ചില സമയങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടവാൻ അല്ലെ, ഇത് കാണുന്ന സമയത്ത് ഭയങ്കര എന്താ, ഭയങ്കര ഉഷാറ്, എന്താ അല്ലേ ഒരു തുടക്കമാണ് അല്ലേ. വീണ്ടും തന്നെ പറയുന്നത് തന്നെ ആ വീഡിയോ സ്ക്രോൾ ആയി പോയി കഴിഞ്ഞാൽ എന്താ, ആ ഒരു അൽഗരിതത്തിന്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. മോട്ടിവേഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആ ഫോൺ ഓഫ് ചെയ്യണോ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവിടെ ഇരിക്കാണ്ട പറ്റില്ല. കഴിഞ്ഞുണ്ടോ കോട്ടെ? ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് റിയാക്ടൻസ് സൈഡിൽ നിന്ന് എങ്ങോട്ട് മാറണം? പ്രൊഡക്റ്റ് സൈഡിലേക്ക് മാറണം. ഈ പ്രൊഡക്റ്റ് സൈഡിലേക്ക് മാറണമെങ്കിൽ ഒറ്റയടിക്ക് മാറുകയല്ല ചെയ്യണേ. ഈ ട്രാൻസിഷൻ സംഭവിക്കണമെങ്കിൽ ഇവരൊരു ഹയർ സ്റ്റേറ്റ് ഓഫ് ലെവൽ ഓഫ് എനർജിയിലേക്ക് എന്ത് ചെയ്യണം? മാറണം. അതാണ് മാഷ് പറഞ്ഞു വന്നത്. നിങ്ങളിവിടെ വരുന്നു, നമ്മൾ എന്തൊക്കെയോ കാണിക്കുന്നു, ആകെ തിക്കും തിരക്കും ബഹളൊക്കെ ആക്കുന്നു. അപ്പോ എന്താ വേറൊരു എനർജി ലെവലിലേക്ക് എത്തി. പിന്നെ എന്താവണം? ആള് പഠിക്കാൻ തുടങ്ങുന്നത് എന്ന് കരുതുക, ആള് ട്രാക്കിൽ വരികയാണെന്ന് കരുതുക. ഈ രീതിയിലാണ് എന്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക. ഇനി കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുള്ള ഓവറോൾ ഉദ്ദേശം എന്തായിരിക്കും? എനർജി പരമാവധി പറയടാ, കഴിഞ്ഞെല്ലാം പറഞ്ഞ പരമാവധി എന്ത് കുറയ്ക്കണം? സിസ്റ്റത്തിന്റെ എനർജി കുറച്ചിട്ട് എന്ത് കൂട്ടുക? സ്റ്റെബിലിറ്റി കൂട്ടുക. അപ്പൊ എന്തായാലും റിയാക്ഷൻ സൈഡിലെ ഉള്ള ഓവറോൾ എനർജിയെക്കാളും കുറവായിരിക്കും പ്രൊഡക്റ്റ് സൈഡിലുള്ള എന്ത് ഓവറോൾ എനർജി. പക്ഷേ
ഒറ്റയടിക്ക് ഇങ്ങനെ അടിക്കല്ല പോണേ ഗ്രാഫ് എന്ന് മാത്രമാണ്. ബോർഡിൽ ശ്രദ്ധിക്കുക. ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഇത് എന്തെങ്കിലും അതിനോട് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള എന്ത് എനർജി ലെവൽ. അപ്പൊ ഇവിടുന്ന് തുടങ്ങുമ്പോ ഇത് ആരാണ്? ആവറേജ് എനർജി ഓഫ് ആരാ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണല്ലോ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകുമ്പോൾ എന്ന് പറയാം റിയാക്ടന്റ് മോളിക്യൂൾ. ആദ്യം റിയാക്ടന്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആവറേജ് എനർജി ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഈ റിയാക്ഷന്റെ എനർജി ചേഞ്ച് നമ്മൾ പരിശോധിക്കുകയാണ്. ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച്, ഈ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മോളിക്യൂൾസിന്റെ എനർജി നമ്മൾ പരിശോധിക്കുകയാണ്. എന്ത് മാറ്റാണ് അവിടെ വരുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ പ്രത്യേകത ഈ നിലയ്ക്കാണ്. ഈ നിലയ്ക്കാണ് എന്ത് വരുന്നത്? നമ്മുടെ ഗ്രാഫ് പറഞ്ഞു മനസ്സിലായ? നമ്മുടെ മോളിക്യൂൾസിന്റെ എന്ത് പരിശോധിക്കുകയാണ്? റിയാക്ഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മോളിക്യൂൾസിന്റെ എന്ത് പരിശോധിക്കുകയാണ്? എനർജി ലെവല് പരിശോധിക്കുകയാണ്. അപ്പൊ കിട്ടിയ ഗ്രാഫിന്റെ അവസ്ഥയാണ്. ഐഡിയ മനസ്സിലായോ? ഈ ഗ്രാഫ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇവിടെ റിയാക്ടന്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ കണ്ടെയ്നറിലുള്ള മോളിക്യൂൾസിന്റെ എനർജി ലെവൽ ഈ ഒരു ലെവലാണ് അല്ലെ. റിയാക്ഷൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് എന്താ ഉണ്ടാവണേ? എനർജി എന്ത് ചെയ്യാണ് ചെയ്യണേ? കൂടി വരികയാണ് അല്ലെ. കണ്ടെയ്നറിലുള്ള മോളിക്യൂൾസിന്റെ എനർജി ലെവൽ എന്ത് ചെയ്യാണ്? കൂടി വന്ന് എവിടെ എത്തുന്നുണ്ട്? ഒരു മാക്സിമത്തിൽ എത്തുന്നുണ്ട് അല്ലെ. ഒരു പീക്ക് ലെവലിൽ എത്തുന്നുണ്ട്. ഉണ്ട്. ഒരു പീക്ക് എത്തി. പിന്നെ എന്താ സംഭവിക്കണേ? പറയേ. പിന്നെ പ്രൊഡക്റ്റ് ആവണതിനനുസരിച്ച് എന്താ? പിന്നെ ഒരു ലെവൽ കഴിയുമ്പോ എന്താ ഉണ്ടാവണേ? താഴേക്ക് വരിക ചെയ്യണം. എനർജി ലെവൽ എന്ത് ചെയ്യുക ചെയ്യണേ? നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾ കറക്റ്റ് ആണ്. റിയാക്ഷൻ കഴിയാറായി. ആദ്യം ഉണ്ടായിരുന്നേക്കാളും എനർജി ലെവൽ എന്താ? കുറവാണ്. എനർജി കുറയ്ക്കാൻ ശ്രമിച്ചു. എന്ത് കൂട്ടി? സ്റ്റെബിലിറ്റി കൂട്ടി. ഗ്രാഫ് ഓക്കെയാണ്. തിയറി ഓക്കെയാണ്. ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു ഡാറ്റയിൽ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ആയിട്ട് മാറുന്നത്. ഈ ഡാറ്റയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഗ്രാഫ് കിട്ടുമ്പോൾ അതിന്റെ അർത്ഥം റിയാക്ടന്റ് മോളിക്യൂൾസിന് എന്തായിട്ട് മാറണം? പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ എനർജി ലെവൽ എന്ത് ചെയ്യാൻ തുടങ്ങും? പറയേ. റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ എനർജി ലെവല് പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങാണ് മക്കളെ? കൂടാൻ തുടങ്ങാണ്. ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പീക്ക് ലെവലിൽ എത്തുകയാണ്. ആ പീക്ക് ലെവലിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? അതിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുക. എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്? റിയാക്ടന്റിന്റെ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അവിടെ റിയാക്ടന്റും അല്ല പ്രൊഡക്റ്റും അല്ല, ഒരു ഇന്റർമീഡിയറ്റ് ആണ്. എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ്. അങ്ങോട്ട് ആയിട്ടും ഇല്ല, ഇവിടെ നിന്ന് വിട്ടിട്ടും ഇല്ല എന്ന് പറയുന്നത്. നടുക്കിലെത്തി നിൽക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവരുടെ എനർജി ലെവൽ ഭയങ്കര എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ റിയാക്ടന്റ് മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എവിടേക്ക് എത്തണം? ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യണം? ആദ്യം എത്തണം. എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? റിയാക്ടന്റ് മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്ത് എവിടേക്ക് എത്തണം? ഒരു ഹയർ എനർജി ലെവലിലേക്ക് എത്തണം. ആ എനർജി ലെവലിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. എനർജിയാണ് ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി, ആ പീക്ക് ലെവൽ ഓഫ് എനർജി വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് എനർജി. അപ്പൊ ത്രെഷോൾഡ് എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം എനർജി ദാറ്റ് ദ റിയാക്ടന്റ് മോളിക്യൂൾ ഷുഡ് ഗെറ്റ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? ടു ബിക്കം ദ പ്രോഡക്റ്റ് ആവണേക്കാളും മുൻപ് റിയാക്ടന്റ് മോളിക്യൂൾസിന് എത്തേണ്ട എനർജി ലെവലിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് എനർജി ലെവലിന് എങ്ങോട്ട് പോകണം? ത്രെഷോൾഡ് ലെവലിലേക്ക് ആദ്യം കയറണം. ക്ലിയർ? ഇനി ത്രെഷോൾഡ് എനർജി ലെവലില് റിയാക്ടന്റ് എന്ന് പറയാൻ പറ്റുമോ നമുക്കതിനെ? അല്ല, കാരണം എനർജി വല്ലാണ്ട് കൂടി അല്ലേ. എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അവിടെ. എന്താ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടോ? പ്രൊഡക്റ്റ് ആയിട്ടുമില്ല. എന്നെ വിളിക്കുന്ന പേര് പറഞ്ഞു ഞാൻ. എന്താണ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയും. എന്താണ്? ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടായിട്ടുമില്ല ഇങ്ങോട്ടായിട്ടുമില്ല, മാക്സിമം ലെവലിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അങ്ങോട്ടുമായിട്ടില്ല ഇങ്ങോട്ടുമായിട്ടില്ല, ഇന്റർമീഡിയറ്റ്. അപ്പൊ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടായതിനു ശേഷം അപ്പൊ ഇന്റർമീഡിയറ്റിന് പ്രത്യേകിച്ച് ആലോചിച്ച് പറഞ്ഞേ, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും കുറവായിരിക്കും ഇന്റർമീഡിയറ്റിന്? ആലോചിച്ച് പറയാ. എനർജി എവിടെയാണ് നിൽക്കണേ നോക്കാം. ഇന്റർമീഡിയറ്റിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും കുറവായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലെ. കാരണം എന്താ? എനർജി എവിടെയാ? ഏറ്റവും ടോപ്പിലാണ് നിൽക്കണേ. ഹയർ എനർജി ആണെങ്കിൽ സ്റ്റെബിലിറ്റി എന്താ?
അപ്പൊ ആ ഇന്റർമീഡിയറ്റിന് അവന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവൻ എന്ത് ചെയ്യണം? എനർജി കുറയ്ക്കണം. എനർജി കുറയ്ക്കണമെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ്സ് അവൻ എന്ത് ചെയ്യണം? ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ബാക്കിയിലേക്ക് നമുക്ക് വരാം. ആക്ടിവേഷൻ എനർജിയിലേക്ക് നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് നമുക്ക് ഈ റിയാക്ഷൻ, ഈ ഗ്രാഫ് നമുക്ക് റിയാക്ഷനിലേക്ക് നോക്കാം. അതായത് ഹൈഡ്രജൻ പ്ലസ് അയഡിൻ ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഹൈഡ്രജൻ അയഡൈഡ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, H2 പ്ലസ് I2 ബിക്കം എന്താണ്? 2HI. ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ് അല്ലേ? ഇനേർട്ട് ഗ്യാസിൽ ഇതിന്റെ ഇക്വിലിബ്രിയത്തിന് എഫക്ട് ചെയ്യുന്നുണ്ടാവും? ആലോചിക്കുക. എഫക്ട് ഓഫ് പ്രഷർ അല്ലെങ്കിൽ ഇത് ഉണ്ടാവും? കഴിഞ്ഞ ചോദ്യം വെറുതെ ചോദിക്കുകയാണ്. പ്രഷറിന്റെ എഫക്ട് ഉണ്ടാവും? ഇല്ല. കാരണം രണ്ട് സൈഡിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആണ്. പോട്ടെ, ഇതിവിടെ ഒന്നും വേണ്ട. അപ്പൊ H2 പ്ലസ് I2 ബിക്കം എന്താണ്? 2H. അപ്പൊ ഈ H2 പ്ലസ് I2 എന്ന് പറയുന്നത് എന്താണ്? ഇതെന്താ ഈ റിയാക്ഷൻ? എന്താ പറയട്ടോ? ഈ റിയാക്ഷൻ എന്താ? റിയാക്റ്റൻസ്. നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ പറയാ. കാരണം ഇതൊന്നും അത്ര എന്താണ് പരീക്ഷയ്ക്ക് അങ്ങനെ സൂം ചെയ്ത് ചോദിക്കുന്ന സാധനങ്ങളല്ല. അധിക സമയങ്ങളെ ആഗ്രഹമില്ല. ഈ HI എന്താ? പ്രോഡക്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കാണാണ്ട, റിയാക്ഷനിൽ കാണാണ്ട ഇല്ല. പക്ഷെ ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കണേ? റിയാക്ഷൻ നടക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പ്രകാരം ബോർഡിൽ ശ്രദ്ധിക്കുക. ആദ്യം ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്. വലിയ തിയറി ഒന്നും ഇല്ല, വലിയ തലമുറയുന്ന തിയറി ഒന്നും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആരും തമ്മിലുള്ള ബോണ്ട്? അയഡിനും തമ്മിലുള്ള ബോണ്ട്. ഇവരിങ്ങനെ എനർജി സ്വീകരിക്കാൻ തുടങ്ങും. റിയാക്ടന്റ് മോളിക്യൂൾസിന് എനർജി പതിയെ എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ആ കൂടുമ്പോ എന്താ സംഭവിക്കുക? കൂടുമ്പോ ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ഉണ്ടല്ലോ, ഈ ബോണ്ട് ഇത് പതുക്കെ എന്താവാൻ തുടങ്ങും? വീക്ക് ആവാൻ തുടങ്ങും. എന്നാ പൊട്ടിയിട്ടില്ല കേട്ടോ, പൊട്ടിയിട്ടില്ല. പതുക്കെ എന്താവാൻ തുടങ്ങാണ്? വീക്ക് ആവാൻ തുടങ്ങും. അയഡിനും തമ്മിലുള്ള ബോണ്ട് എന്താവാൻ തുടങ്ങും? വീക്ക് ആവാൻ തുടങ്ങും. പൊട്ടിയിട്ടില്ല. ഹൈഡ്രജനും വീക്ക് ആവണം, അയഡിനും വീക്ക് ആവണം. പ്ലസ് ഒരു കാര്യം കൂടെ സംഭവിക്കണം. അത് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞോളൂ. എന്തായിരിക്കും? ഇവര് പരസ്പരം വീക്കായി. പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ വേറെ ബോണ്ട് ഉണ്ടാവണ്ടേ? അപ്പൊ എന്താ? ആരൊക്കെ തമ്മിലാ? ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് പതിയെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജനും തമ്മിൽ എന്തുണ്ട്? ബോണ്ടിങ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ വളരെ വീക്കാണ്. ഇനി അതേ സമയം ഹൈഡ്രജനും തമ്മിൽ ബോണ്ടിങ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ അതും വളരെ എന്താ? അതിപ്പോ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ ബോണ്ടാ. അയഡിനും തമ്മിൽ എന്തുണ്ട്? ബോണ്ടിങ് ഉണ്ട്. ഹൈഡ്രജനും തമ്മിൽ എന്തുണ്ട്? ബോണ്ടിങ് ഉണ്ട്. ഇതിന്റെ പ്രശ്നമുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് അറിയോ? ഹൈഡ്രജന്റെ ബാലൻസ് എത്രയാ? ഹൈഡ്രജന് വേറെ എത്ര ആൾക്കാരായിട്ട് പിടിച്ചിക്കാൻ പറ്റുള്ളൂ? പറയേ. ഒരാളായിട്ട് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എത്ര ആൾക്കാരായിട്ട് പിടിക്കാൻ പറ്റുമോ? വളരെ എന്തായിട്ടുള്ള സ്റ്റേറ്റ് ആണത്? ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അല്ലേ? കാരണം എന്താ? ബാലൻസിക്ക് മുകളിൽ പിടിച്ചിരിക്കണേ. അങ്ങനെ പിടിച്ചിക്കാൻ പറ്റുമോ? ഇല്ല, പിടിച്ചിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ പൊട്ടിപ്പോവും. പെട്ടെന്ന് റിയാക്ട് ചെയ്തു പോകും അല്ലേ? ഇനേർട്ട് ഗ്യാസസ് പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതൊക്കെ ആരായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിക്കാൻ പറ്റില്ല. പിടിച്ചു കഴിഞ്ഞാൽ എന്താ? നിൽക്കൂല. ശരിയല്ലേ ലക്ഷ്മി? ശ്രദ്ധിക്കുക, ശ്രദ്ധകളല്ലേ. അപ്പോ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഈ സാധനം അൺസ്റ്റേബിൾ ആണെങ്കിൽ ഇതിന്റെ എനർജി ലെവൽ എന്തായിരിക്കും? ഹയർ ആയിരിക്കും, ലോവർ ആയിരിക്കും? ഇവിടുത്തെ അവസ്ഥയെക്കാളും ഹയർ ആയിരിക്കും, ലോവർ ആയിരിക്കും? സ്റ്റെബിലിറ്റി എന്താ? അൺസ്റ്റേബിൾ. അപ്പൊ എനർജി ലെവൽ എന്താ? വളരെ കൂടുതലായിരിക്കും. ഹയർ ആയിട്ടുള്ള അൺസ്റ്റേബിൾ ലെവലായിരിക്കും. ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ നേരത്തെ പറഞ്ഞു, രണ്ട് വാക്കുകൾ പറഞ്ഞു. പക്ഷെ ഒന്നെന്താ? അല്ലെങ്കിൽ എന്താ? ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് സിസ്റ്റം ആയിട്ട് മാറി. എന്താ ആക്ടിവേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ കണ്ടമാനം എന്ത് കയറിയിട്ട് നിൽക്കണേ? ഒക്കെ പറ. അതിൽ കണ്ടമാനം എനർജി കയറിയിട്ടാണ് നിൽക്കണേ. ആക്ടിവേറ്റഡ് ആണ്. അത് എങ്ങനെ നിൽക്കുക? ഒന്ന് മനസ്സിൽ വെറുതെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടല്ലേ നിൽക്കുക? ആണോ? വൈബ്രന്റ് ആയിട്ടാണ് നിൽക്കുക അല്ലെ? ഇത് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? പൊട്ടാം അല്ലേ? ഹൈഡ്രജൻ ഇപ്പുറത്തെ ഹൈഡ്രജനെയാണ് എന്ത്? ഇവിടെ രണ്ടുപേരും എന്താ കല്യാണം കഴിച്ച് പോയിട്ട് നിൽക്കായിരുന്നു. പണ്ടൊക്കെ എന്താണ്? അപ്പുറത്തേക്ക് കണക്ഷൻ തുടങ്ങി അല്ലേ? ഇപ്പുറത്ത് ഇങ്ങോട്ടൊരു കണക്ഷൻ തുടങ്ങി. മൊത്തം കണക്ഷൻ. അപ്പൊ മൊത്തം സിസ്റ്റം എന്തായി? ആകെ അല്ലേ? കഴിഞ്ഞ കൊല്ലൊക്കെ ഞങ്ങൾ അത് പറയാനുള്ളത്. മെക്കാനിക്കൽ പഠിപ്പിക്കുമ്പോഴേ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, കുടുംബവിളക്ക് എന്ന് പറഞ്ഞിട്ട്.
സിദ്ധാർത്ഥിന്റെ അവസ്ഥയാണ്. വേദിക വേണം. പിന്നെ ആരാ? പിന്നെ ഒരാളോടെ ഉണ്ടല്ലോ, വേദിയുണ്ട്. പിന്നെ ആരാ? സുമിത്ര വേണം. കഴിഞ്ഞ പോലെ നമ്മുടെ കീഴിൽ വന്നിരുന്നു, ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് നമ്മള്. അപ്പൊ സിദ്ധാർത്ഥന്റെ പ്രശ്നം എന്താ? ഒരേ സമയം സുമിത്രനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആരെന്നെ ഇഷ്ടമാണ് താനും? വേദികനെ ഇഷ്ടമായി. അപ്പൊ മൊത്തം സീരിയൽ വരികയാണല്ലേ, മൊത്തം വൈബ്രന്റ് ആണ് അല്ലെ എന്ന് പറഞ്ഞ പോലെ. അവസാനം എന്താ ഉണ്ടായതല്ലേ? അവസാനം സുമിത്രനെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. എന്നിട്ട് ആരെ പിടിച്ചു? വേദികനെ പിടിച്ചു. അങ്ങനെയാണ് ഉണ്ടായത് അല്ലേ? അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ സീരിയൽ ഉണ്ട്, അവൾക്ക് അറിയില്ല. കണ്ടപ്പോ കാണില്ല, ചാനൽ മാറ്റുമ്പോ കാണും. എല്ലാ കഥയും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, അതേ ഒരു കൺസെപ്റ്റ് തന്നെ. നമ്മള് രണ്ട് കണക്ഷനിൽ നിൽക്കുമ്പോ ഭയങ്കര എന്തായിരിക്കും? ആക്ടിവേറ്റഡ് ആയിരിക്കും. ഏത് സമയം എന്ത് ചെയ്യാം? ഏത് സമയം അത് എന്ത് ചെയ്യാം? കൊട്ടാം അല്ലെ? ഭയങ്കര ആക്ടിവേറ്റഡ് ആയിരിക്കും. പണ്ട് മോഹൻലാലിന്റെ മുകേഷിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞു. അങ്ങനെ വശയാണ്. അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ സാധനം ഭയങ്കര എന്താ? അൺസ്റ്റേബിൾ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനം എന്താ ഉണ്ടാവുക? ഈ സുമിത്രനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. എന്നിട്ട് ആരെങ്കിലും ഒരാളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ എന്തുകൊണ്ടാണ് നിൽക്കാൻ പറ്റാത്തേ? സയന്റിഫിക് വായു എന്തുകൊണ്ടാണ് നിൽക്കാൻ പറ്റാത്തേ? ഹയർ എനർജിയാ. ഹയർ എനർജിയിൽ ആ സിസ്റ്റം തുടരില്ല. നമുക്കറിയാം, സിസ്റ്റം എന്ത് ചെയ്യും? ഓൾവേസ് ട്രൈ ടു ഡിക്രീസ് ദ എനർജി, ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി. ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലേ? അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് അപ്പൊ എന്തായിരിക്കും? ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ഏത് പൊട്ടും? ഹൈഡ്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് പൊട്ടും. പകരം ഏത് ബോണ്ട് മാത്രമാവും? ഹൈഡ്രജനും അയഡിനും തമ്മിലുള്ള ബോണ്ടായി അടിയിലും അതുപോലെ തന്നെ. അങ്ങനെയാണ് എന്തുണ്ടാവണേ? ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിയാക്ടന്റ് മോളിക്യൂൾസിന് കുറച്ച് എനർജി ഉണ്ട്. അപ്പൊ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് എത്താതെ പ്രൊഡക്റ്റ് ആവാൻ പറ്റുമോ? പറ്റില്ല. Therefore, the reactant molecules should absorb energy and attain threshold energy level and form or then become product. Product ആവുമ്പോഴേക്കും എന്തുണ്ട്? എനർജി ഇടുക, താഴേക്ക് വന്നു. അത് നോക്കൂ, ശ്രദ്ധിക്കട്ട. എവിടെ തന്നെയാണ് താഴെയായി? ഇവിടെ ശ്രദ്ധിക്കോ? കൂടെ ശ്രദ്ധിക്കുക. ആവറേജ് എനർജി ലെവലിനേക്കാളും താഴെയാണ് മാഷ എന്ത് മാർക്ക് ചെയ്തതാണ്? ആവറേജ് പ്രോഡക്റ്റ് എനർജി മാർക്ക് ചെയ്തതാണ്. അത് അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, ഈ പ്രോഡക്റ്റിന്റെ എനർജി ഇവിടെ വന്ന് പാടും ഇല്ല. എന്നുവെച്ചാൽ ഓവറോൾ എനർജി എന്താ കൂടുതലേ ചെയ്യാം. ഇനീഷ്യലി ഉണ്ടായിരുന്ന റിയാക്ടന്റ് മോളിക്യൂൾസിനേക്കാളും എവിടെ താഴെയാണ് എന്തിന്റെ എനർജി വന്നിരിക്കണേ? പ്രോഡക്റ്റിന്റെ എനർജി വന്നിരിക്കണം എന്നുള്ള. കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എന്ത് വരണേ? എനർജിയുടെ ലെവൽ വരുന്നത് അല്ലെ? ഇത് ആവറേജ് എനർജി ഓഫ് ആരാണ്? ആവറേജ് എനർജി ഓഫ് ഒന്ന് പറയണ. ആവറേജ് എനർജി ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ നമ്മുടെ പറയുന്ന തിയറി ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലേ? ട്രാൻസിഷൻ സ്റ്റേറ്റ്, മാറുന്നൊരവസ്ഥ. ഏതാണ് ഈ മാറുന്ന അവസ്ഥ? നമ്മുടെ എന്ത് ഇന്റർമീഡിയറ്റ് വഴി ആണ് എന്ത് നടക്കുന്ന റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനെ കുറിച്ചാണ് അപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എന്താ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. റിയാക്ടന്റ് മോളിക്യൂൾസ് എനർജി പുറത്തുനിന്ന് ധാരാളം അബ്സോർബ് ചെയ്തിട്ട് ത്രെഷോൾഡ് എനർജി ലെവൽ എത്തണം. ത്രെഷോൾഡ് എനർജി ലെവലിൽ എത്തിയിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹയർ എനർജിയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്ത് അതിനുശേഷം അതിന്റെ റീഅറേഞ്ച്മെന്റിന്റെ ഫലമായിട്ടാണ് എങ്ങോട്ട് വരുന്നത്? അതിന്റെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വരുന്നത്. എനർജി ഓഫ് പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ ആരാണ്? എനർജി ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ്. ഇങ്ങനെയാണ് ആ റിയാക്ഷൻ നടക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ത്രെഷോൾഡ് എനർജി ലെവലിലേക്ക് എത്താണ്ട് റിയാക്ഷൻ നടക്കാൻ പറ്റുമോ? ഇല്ല, നടക്കില്ല. റിയാക്ടന്റ് മോളിക്യൂൾസിന് എങ്ങനെ എത്താൻ പറ്റണം? ത്രെഷോൾഡ് എനർജി ലെവലിലേക്ക് എത്താൻ പറ്റണം, അല്ലെങ്കിൽ റിയാക്ഷൻ എന്താ? നടക്കില്ല. ത്രെഷോൾഡ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ ശ്രദ്ധിച്ചേരി, ഇവിടെ ശ്രദ്ധിക്കും. വളരെ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് വലിയ തിയറി ഒന്നും അല്ലാണ്ട് ഇതൊക്കെ ഏത് ആൾക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആവറേജ് എനർജി 500 ജൂൾ. എളുപ്പമുണ്ടാ? ത്രെഷോൾഡ് എനർജി ആ റിയാക്ഷന് വരുന്നത് 2000 ജൂൾ. എന്താ ഇതിന്റെ അർത്ഥം? 500 ജൂൾ ഓൾറെഡി അവർക്ക് എന്താണ് ഉണ്ട്. ത്രെഷോൾഡ് എനർജി ലെവൽ എത്രയാ? എത്ര എനർജി എക്സ്ട്രാ വേണം? ഒക്കെ പറഞ്ഞേ 1500. അതായത് ഈ പോണ ലെവലാണ് എന്ത്? റിയാക്ടന്റിന്റെ എന്ത്? മോളിക്യൂൾ. സോറി, റിയാക്ടന്റിന്റെ എനർജി അല്ലെ? ഈ പോണ ലെവലാണ്. അത് എത്രയാ? ഈ പോണ ലെവലാണ് എന്ത്? അപ്പൊ ഇത്രയും ലെവലിൽ നിന്ന് ഇത്രയും ലെവൽ എനർജി
വിളിക്കാറുണ്ട് അല്ലെ. എക്സ്ട്രാ എനർജി കിട്ടണ്ടേ? എത്ര എക്സ്ട്രാ എനർജി കിട്ടണ്ടേ? 1500 ജൂൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ എക്സ്ട്രാ വേണ്ട എനർജിനെ വിളിക്കുന്ന പേരാണ് എന്ത് എനർജി? ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി ടോപ്പ് ലെവലിലാണ് 2000 അല്ലേ. എന്ത് എനർജിയാ? ആക്ടിവേഷൻ എനർജി. അതായത് ഈ റിയാക്ഷൻ ആക്റ്റീവ് ആവാൻ, ഈ റിയാക്ഷൻ മുന്നോട്ട് പോയി എത്ര വേണം? എത്ര റിയാക്ഷൻ മുന്നോട്ട് പോയി എത്ര വേണം? എക്സ്ട്രാ എത്ര വേണം? 1500 കേട്ടോ. കാരണം ഓൾറെഡി എത്രയുണ്ട്? 500 ഓൾറെഡി ഉണ്ട്. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്ടിവേഷൻ. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്ടിവേഷൻ. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ത് പറയാ നമുക്ക്? പറഞ്ഞേ. ത്രെഷോൾഡ് എനർജി 2000 - 500 അതാണ് എന്ത്? 1500 അല്ലെ. ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി നമ്മൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? നമ്മുടെ അറീനിയസ് ഇക്വേഷനിൽ കിടക്കുന്നുണ്ട് അല്ലെ ഒരു സാധനം. ആണോടാ? അപ്പൊ പറഞ്ഞേ ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു 2000 - 500. ഇതിന്റെ ടേംസ് പറഞ്ഞ ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി ആവറേജ് എനർജി ഓഫ് റിയാക്ടന്റ്. ഈ എക്സ്ട്രാ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ? ഓർ എന്റെ മറ്റു പേരാണ് then it become product. ആ പ്രോഡക്റ്റിന്റെ എനർജി ലെവല് റിയാക്ടന്റിന്റെ എനർജി ലെവലിനേക്കാൾ എവിടെയാ? അതിൽ എതിർപ്പുണ്ടോ? ഇല്ല. എന്നാലാണ് റിയാക്ഷൻ നടക്കുള്ളൂ അല്ലെ. ആ റിയാക്ഷൻ ചെയ്യണതിൽ എന്തെങ്കിലും എന്താ സംഗതി എപ്പോഴേ ഉണ്ടാവുള്ളൂ. ഓവറോൾ എനർജി എന്ത് ചെയ്യണം? കുറയണം. ഓവറോൾ എനർജി എന്ത് ചെയ്യണം? കുറയണം. അപ്പോ ഇതാണ് ആക്ടിവേഷൻ എനർജി. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാനായിട്ട് എക്സ്ട്രാ വേണ്ട എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ. അപ്പൊ ഈ തിയറിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. അപ്പൊ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയുടെ കൺസെപ്റ്റ് എന്താണ്? ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ പറയുന്നത് റിയാക്ടന്റ് മോളിക്യൂൾസ് ആക്ടിവേഷൻ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യും? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹയർ എനർജി ലെവലുള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. then it become എന്താണ്? ശരിയാണ്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇതിലാരാ? ഇത് എടുക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓർഗാനിക്കലൊക്കെ റിയാക്ഷൻ ചെയ്തുമ്പോൾ നമ്മൾ എഴുതാറുണ്ട് അല്ലെ. ഇടയിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് 1-2 റിയാക്ഷനുകൾ പഠിക്കണ്ടെന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. ആദ്യം വേറൊരു സ്റ്റേറ്റിലേക്കാണ് മാറുക. വേറെ സ്റ്റേറ്റിലേക്ക് മാറിയിട്ടാണ് എന്ത് നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്റർമീഡിയറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണ് എന്ത് വരുന്നത്? നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ തിയറിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ചെറിയൊരു നോട്ടാക്കണം. നോട്ടാക്കിയിട്ട് എന്ത് ചെയ്യാം? അടുത്തേക്ക് കിടക്കും. ഓക്കെ. ഈ HIയുടെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കണം, എഴുതാം. ഒരു പോയിന്റ് കൂടെ. ഇനി അതിൽ A എന്താന്ന് പറഞ്ഞു? A നമുക്ക് പറയേണ്ടത് ശരിക്കും കൊളീഷൻ തിയറി പ്രകാരം. അതായത് കൊളീഷൻ തിയറി വരണേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറയാം. കൊളീഷൻ തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ജസ്റ്റ് മോളിക്കുലാരിറ്റിയുടെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു അല്ലെ. എന്തായിരുന്നു മോളിക്കുലാരിറ്റി? നമ്പർ ഓഫ് reactant molecules collide simultaneously to take place the chemical reaction അല്ലെ. കെമിക്കൽ റിയാക്ഷൻ നടക്കാനായിട്ട് കൂട്ടിയിടിക്കേണ്ട തന്മാത്രകളുടെ എണ്ണത്തിനെയാണ് എന്ന് പറയുന്നത് ഈ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ എ കൂടെ എന്താന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് നമുക്ക് എനിക്ക് വരാം. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കൊളീഷൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് റേറ്റ് കോൺസ്റ്റന്റിനെ ബാധിക്കില്ലേ? ആലോചിക്കുക. കൊളീഷൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റിനെ റേറ്റിനെ ബാധിക്കില്ലേ? ബാധിക്കും. കൂടുതൽ കൊളീഷൻസ് വരികയാണെങ്കിൽ എന്താണ് പറയടാ? കൂടുതൽ കൊളീഷൻസ് വരികയാണെങ്കിൽ റേറ്റ് എന്താ കൂടും? റേറ്റ് കോൺസ്റ്റന്റ് എന്താ കൂടില്ലേ? കുറവ് കൊളീഷൻസ് ആണെങ്കിലോ കുറയും. ഈ അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ ഒക്കെ നമ്മൾ എഴുതി അല്ലെ. അറീനിയസ് പാരാമീറ്റർ എന്നൊക്കെ എഴുതി. ഇത് എന്തിന്റെ എണ്ണാണ്? അവിടെ നടക്കുന്ന എന്തിന്റെ എണ്ണം? കൊളീഷൻസിന്റെ എണ്ണം. അപ്പൊ തൊട്ട് താഴെ മറ്റേത് എഴുതിന്റെ തൊട്ട് താഴെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. എന്താണ് അറീനിയസ് ഫാക്ടർ? ക്യാപിറ്റൽ A is equal to number of ക്യാപിറ്റൽ എയുടെ ഡീറ്റെയിലിംഗ് ആണ്. നമ്പർ ഓഫ് ബൈനറി molecular is the number of binary molecular collisions. Number of binary molecular collisions. Binary molecular collisions. എന്താ ഈ ബൈനറി എന്ന് പറഞ്ഞാൽ എത്രയാ? രണ്ടെണ്ണം. രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻസിന്റെ എണ്ണം എന്താണ്? രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള എന്തിന്റെ എണ്ണം?
എന്തിന്റെ എണ്ണം? കൊളീഷൻസിന്റെ എണ്ണം. വെറുതെ അല്ല, എത്ര സെക്കൻഡില് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? അപ്പൊ എത്ര വെറുതെ ടോട്ടൽ കൊളീഷൻസിന്റെ എണ്ണാണോ? അല്ല, എത്ര സെക്കൻഡില്? ഒരു സെക്കൻഡിലുള്ള ബൈനറി കൊളീഷൻസിന്റെ എണ്ണം കഴിഞ്ഞിട്ടില്ല പെർ ലിറ്റർ. എന്താണ് പെർ ലിറ്റർ? അതായത് 1 ലിറ്റർ ഇവിടെ ശ്രദ്ധിക്കുക, എഴുതാനാണ് ശ്രദ്ധിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി. 1 ലിറ്റർ പാത്രത്തില് പറയൂ 1 സെക്കൻഡ് സമയം കൊണ്ട് നടക്കുന്ന കൊളീഷൻസിന്റെ എണ്ണം. ഒന്നുകൂടെ പറഞ്ഞേ, 1 ലിറ്റർ പാത്രത്തില് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത് 1 ലിറ്റർ പാത്രത്തിലാണെന്ന് കരുതുക. അപ്പൊ 1 ലിറ്റർ പാത്രത്തില് 1 സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കൊളീഷൻസിന്റെ എണ്ണമാണ് എന്ത്? നമ്മുടെ ക്യാപിറ്റൽ. അതിന്റെ വാല്യൂ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അതിന് പലതരത്തിലുള്ള കൊളീഷൻസ് ഉണ്ട്. അത് കൊളീഷൻ നമ്മൾ പഠിക്കും കുറച്ചുകൂടെ കഴിഞ്ഞാൽ. എഫക്റ്റീവ് കൊളീഷൻസ് ഉണ്ട്. ചില കൊളീഷൻസ് കാര്യം ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. എഫക്റ്റീവ് കൊളീഷൻ മോളിക്കുലാരിറ്റി പറഞ്ഞ സമയത്ത് അല്ലെ, 2 കാറുകൾ കൂട്ടിട്ട് വെറുതെ തട്ടിയിട്ട് കാര്യം ഉണ്ടാവും ഇല്ല. എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ കാര്യമായിട്ട് എന്ത് ചെയ്യണം? തട്ടണം. അപ്പൊ ചില കൊളീഷൻസിന് എന്തുണ്ടാവും? എനർജി കുറവായിരിക്കും. ചില കൊളീഷൻസിന് എനർജി കൂടുതലായിരിക്കും. അപ്പൊ ചില കൊളീഷൻസ് എനർജി കുറവുള്ള കൊളീഷൻസ് കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. അത് റേറ്റിനെ എഫക്ട് ചെയ്യോ? ഇല്ല. അപ്പോ കൊളീഷൻസിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അത് കാണും, വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ചെയ്യാം. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക, അറീനിയസ് ഇക്വേഷനിലത്തെ ക്യാപിറ്റൽ എ എന്താണ്? അറീനിയസ് ഇക്വേഷനിലത്തെ ക്യാപിറ്റൽ എ എന്താ പറഞ്ഞേ? നമ്പർ ഓഫ് ബൈനറി കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ ലിറ്റർ. അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കുക. 1 ലിറ്റർ വോളിയത്തില് 1 സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കൊളീഷൻസിന്റെ എണ്ണം. കുഴപ്പമില്ലല്ലോ. അതാണ് ക്യാപിറ്റൽ എ. അപ്പൊ പതുക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി അല്ലേ. പിന്നെ 6 നമ്മൾ എഴുതി. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിന്ന് ഹെഡിങ് എഴുതിയോ? എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ എഴുതുക. ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ് നമ്മൾ എഴുതണേ. മനസ്സിലായി? ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ഷോർട്ടാക്കിനൊക്കെ എഴുതുന്നത് മാത്രം. വേറെ പുതിയതൊന്നും എഴുതുന്നില്ല. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. എഴുതുക. അക്കോർഡിംഗ് ടു ദിസ് തിയറി, in a chemical reaction, according to this theory, in a chemical reaction, the reactant molecule must come. The reactant molecules must come together. According to this theory, in a chemical reaction, the reactant molecules must come together. ബോൾ ശ്രദ്ധിച്ചേ. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താണ്? റിയാക്ടന്റ് മോളിക്യൂൾസ് മസ്റ്റ് കം ടുഗദർ. റിയാക്ടന്റ് മോളിക്യൂൾസ് എന്താവണം? ഒന്നാവണം. ആൻഡ് ഫോം എന്തായിരിക്കും? ആൻഡ് ഫോം ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ എന്താ? അത് കണ്ടിന്യൂ ചെയ്യാം, അത്രയേ ഉള്ളൂ. മസ്റ്റ് കം ടുഗദർ ടു ഫോം ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. Activated complex whose energy is higher or lower? Activated complex in energy higher or lower? Whose energy is higher than reactant molecules. Higher than reactant molecules. അപ്പൊ എന്ത് ചെയ്യണം? റിയാക്ടന്റ് മോളിക്യൂൾസിന് എക്സ്ട്രാ എന്ത് വേണം? കുറച്ച് എനർജി വേണം. എന്നാലാണ് അവർക്ക് ഏത് ലെവലിൽ പിടിക്കാൻ പറ്റുള്ളൂ? ത്രെഷോൾഡ് എനർജി ലെവലിൽ പിടിക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂ ചെയ്യുക. The energy of activated complex is പറഞ്ഞേ ഏതാ? ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ എനർജിയാണ് ഏത് എനർജി? ആലോചിച്ച് പറ. ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ എനർജിയുടെ പേര് എന്തായിരിക്കും ഇതില്? ത്രെഷോൾഡ് എനർജി അല്ലെ. ദ എനർജി ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഈസ് ത്രെഷോൾഡ് എനർജി. ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ എനർജി ത്രെഷോൾഡ് എനർജി ആണ്. അപ്പൊ എന്ത് ചെയ്യണം? The reactant molecules should acquire some extra energy. ശരിയല്ലേ? റിയാക്ടന്റ് മോളിക്യൂൾസിന് എന്ത് വേണം? കുറച്ച് എക്സ്ട്രാ എനർജി വേണം. ഏത് ലെവൽ പിടിക്കണമെങ്കിൽ? അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തേ. The reactant molecules have to acquire. നേരത്തെ പറഞ്ഞിരിക്കോ? ഹാവ് നോക്കണ്ട. Have to acquire a certain amount of energy.
certain amount of energy before they react to form the product. Before they react to form the product. Before they react to form the product. ഇതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? പ്രോഡക്റ്റ് ആവുന്നതിന് മുൻപ് അവരെന്ത് ചെയ്യണം? കുറച്ച് എക്സ്ട്രാ എനർജി പിടിക്കണം. This extra amount of energy is called എന്ത് എനർജിയാ? ഈ എക്സ്ട്രാ വേണ്ട എനർജിനെ വിളിക്കുന്ന പേരെന്താ? Activation energy. This extra amount of energy is called activation energy. It's called activation energy. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ കൺസെപ്റ്റുകളല്ലേ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ പരത്തി പറയണമെന്നേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരു ലെവൽ എത്തി കഴിഞ്ഞിട്ടാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ഒറ്റ വരിയുള്ള തിയറി, വേറെ വലിയ ഞാൻ ആദ്യം പറഞ്ഞു തിയറി വലിയ മറയ്ക്കാനുള്ള തല മറച്ച് ചിന്തിക്കാനുള്ള തിയറി ഒന്നും ഇല്ല. സിമ്പിൾ സാധനമാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഇനി എഴുതിയെടുത്തിട്ട് കിട്ടാത്തവരൊക്കെ എവിടെയെങ്കിലും നോക്കിയിട്ട് എഴുതി അവസാനിപ്പിച്ചേ, വാക്കുകൾ വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ. ഇത് ഒരു മിനിറ്റ്, ഇത് വരയ്ക്കാം. നമുക്കൊരു സ്റ്റേറ്റ്മെന്റോടെ എഴുതാം, ഒരു ഇക്വേഷൻ എഴുതാം. എന്താ ഇക്വേഷൻ? ഒന്നുമില്ല, ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു കഴിഞ്ഞ എഴുതിക്കോ, എന്താ ഇക്വേഷൻ പറഞ്ഞേ? ആക്ടിവേഷൻ എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞേ. ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു 2000 - 500 അല്ലേ? അപ്പൊ ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു മൈനസ് ആവറേജ് എനർജി ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾ. ആ ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞ ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് വെക്കുക. ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് വെക്കുക. സമയം എന്തായി? 5 മണിയായോ? 5:15 5 മണിയല്ലായിട്ടുള്ളൂ. 5:15 വരെ. അതെ, ഇന്ന് +1 ആരെ ക്ലാസ് വിളിച്ചിട്ടുണ്ട്. ശരി, നാളത്തെ ക്ലാസ് രാവിലെ കേട്ടോ, സാധാരണ പോലെ 15 മാസം ഗ്രൂപ്പിലിടാം. കുറച്ച് നേരത്തെ വയ്ക്കാൻ വേണ്ടി. സെറ്റ് ചെയ്താ? ആക്ടിവേഷൻ എനർജിയുടെ ഇക്വേഷൻ എന്താ? എനർജി ആവറേജ് എനർജി കുറയ്ക്കും. അപ്പോൾ ആക്ടിവേഷൻ എനർജി ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി മൈനസ് ആവറേജ് എനർജി ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ്. അതായത് 2000 - 500 1500. ഇപ്പൊ പടം വരച്ച് വെക്കണം കേട്ടോ. ഇനി ഒരു ടെമ്പറേച്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്ട് അത് 15 മിനിറ്റിൽ ചെയ്യാം. നാളെ എല്ലാവരും കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. നിർബന്ധമായിട്ടും കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. ആകെ ലോഗൊക്കെ അടിച്ച് ബ്രാക്കറ്റൊക്കെ അടിച്ച് കുറെ സാധനങ്ങൾ ചെയ്യാണ്ട്. നാളെ പ്രോബ്ലം സെക്ഷൻ ആണ് കേട്ടോ. നാളെ മുടങ്ങാണ്ട് വരിക കേട്ടോ. പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. നാളത്തോടുകൂടി ഈ സാധനം ഏകദേശം കഴിഞ്ഞു. പിന്നെ ഒരു ക്ലാസ് കൂടെ വന്നു കഴിഞ്ഞാൽ തീർക്കായി പാടാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം മാത്സ് ഒന്നുകൂടെ കണ്ടിന്യൂ. മാത്സ് എഴുതി പഠിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അല്ലേ? ഒന്നും തന്നില്ല. നമുക്ക് ഇത് മറ്റേ നിർത്തി അല്ലേ? അതിന് 8 വരെയുള്ള ചോദ്യങ്ങൾ നിർത്തി. അത് നാളെ വരുമ്പോൾ മാത്സ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ. ആ ഇൻവേഴ്സിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് വരണം. കുറച്ചല്ലേ ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് ചെയ്യുന്ന സെക്ഷൻ അല്ലേ ഇനിയുള്ളത്? ഇൻവേഴ്സിന്റെ കോസ് ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്യും. പടം വരച്ചോ? ചൂടാവല്ലേ? മാത്സ് ചെയ്ത് പഠിക്കുന്നത് ബുക്കൊക്കെ കൊണ്ടുവച്ച് തന്നില്ലേ? അവൻ എഴുതി തരാനാ? എഴുതി തച്ചത് മക്കളെ. അതായത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നിർത്താം. ഇത് അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താ? റിയാക്ടന്റിന് എന്താവണമെങ്കിൽ, പ്രൊഡക്റ്റ് ആവണമെങ്കിൽ ഇടയിൽ ഒരു ഇതുണ്ട്, എനർജി ബാരിയർ ഉണ്ട്.
എന്നിട്ട് ഒരു എനർജി ബാരിയർ ഉണ്ട്. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തടസ്സം ഉണ്ട് അല്ലേ, ഒരു തടസ്സം ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഞാൻ പറഞ്ഞു എന്താ, ഇവിടുന്ന് ഓടിയിട്ട് എങ്ങോട്ട് എത്താൻ പറഞ്ഞു, ഇവിടുന്ന് ഓടിയിട്ട് ഇവിടേക്ക് എത്താൻ പറഞ്ഞു. ഓക്കെ, അതിന് മുന്നിൽ എന്ത് വെച്ച് കൊടുക്കണം, വലിയൊരു മതിൽ വെച്ച് കൊടുത്ത പോലത്തെ അവസ്ഥയാണ്. ശരിയല്ലേ? ഇവിടുന്ന് അവിടെ ഓടിയെത്താൻ വേണ്ട, പക്ഷെ നടുവിൽ എന്ത് വെച്ച് കൊടുത്തു, ഒരു മതിൽ വെച്ച് കൊടുത്തു. അപ്പൊ ഇവിടുന്ന് വന്നിട്ട് അങ്ങോട്ട് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ മതിൽ കിടക്കാനുള്ളൊരു എന്ത് വേണം, എനർജി ആള് എക്സ്ട്രാ ഇടണം, എന്നാലും ഇങ്ങോട്ട് എത്തുള്ളൂ, അപ്പുറത്തേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല, ആദ്യം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒന്ന് മനസ്സിൽ വെറുതെ ആലോചിക്കുക, വെറുതെ ഒരു തമാശ പോലെ പറയാം, തമാശ പോലെ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസ് ചെയ്യാം. ആദ്യം റിയാക്ഷന്റെ മോളിക്കുള്ള എന്ത് ചെയ്യും, ഇങ്ങനെ ഇരിക്കും അല്ലെ, സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കും. ഒരു പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും. കഴിഞ്ഞ പോലെ പറഞ്ഞിട്ട് നമ്മള് ഹൈഡ്രജന്റെ ബോണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ വരും തോറും എന്ത് തുടങ്ങും, എനർജി എന്ത് ചെയ്യാണ്, പറയേ അടുക്കാൻ തുടങ്ങുന്നതനുസരിച്ച് എനർജി എന്ത് ചെയ്യും, കൂടും. വല്ലാണ്ട് എനർജി കൂടുന്നതനുസരിച്ച് ഇത് അടുത്തേക്ക് വരുന്നതോറും ഈ സിസ്റ്റത്തിന്റെ വൈബ്രേഷൻ വല്ലാണ്ട് എന്ത് ചെയ്യും, കൂടും. കൂടി 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 ഇതിന്റെ വൈബ്രേഷൻ എന്തായി, ഒരു പീക്ക് വൈബ്രേഷൻ ആവും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ എന്തായി, ഒരു എന്ത് ഫോം ചെയ്തു, പ്രൊഡക്റ്റ് ഫോം ചെയ്തു. പിന്നെ ഈ വൈബ്രേഷൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും, അതൊക്കെ കുറയാൻ തുടങ്ങും. പിന്നെ ഭയങ്കര എന്തായി, സ്റ്റേബിളായി. മോളിക്യൂൾസ് പകരം എന്ത് ചെയ്യാൻ തുടങ്ങും, അകലാൻ തുടങ്ങും. അകലാൻ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്തായിട്ട് അകല, പുതിയ പ്രോഡക്റ്റ് ആയിട്ടാണ് പിന്നെ അവര് അകലാൻ തുടങ്ങും. അപ്പൊ ആദ്യം നോർമല്, പിന്നെ പതുക്കെ കയറി വരുന്ന സിസ്റ്റത്തിന്റെ എനർജി, പിന്നെ ഒരു പോയിന്റിൽ എന്താ ഹൈ ലെവൽ എത്തണം, പിന്നെ എന്ത് ചെയ്യണം, ഡ്രോപ്പ് ആവണം. ആ ഡ്രോപ്പ് ആവുന്നതോട് കൂടെ എന്ത് സംഭവിക്കുന്നു, പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ തിയറിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. അപ്പൊ എഴുതി വെക്കാം, ഒറ്റ വരി പോലെ എഴുതിയാൽ മതി, അത് വായിക്കുമ്പോൾ മനസ്സിലാവാൻ. There is a energy barrier between. There is a energy barrier between. ആരൊക്കെ തമ്മിലാ എനർജി ബാരിയർ ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലാ, ആരും തമ്മിലാ എനർജി ബാരിയർ, ആരും ഇടയിലെ മതിലേ, റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും. There is a energy barrier between reactants and products. അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാലോ, തൊട്ട് താഴെ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. HIയുടെ മൊത്തം പടം വെച്ച് വെച്ച്, HIയുടെ മൊത്തം പടം വെച്ച് വയ്ക്കുക. 3 സെക്ഷൻ ആയിട്ട് വരയ്ക്കുക കേട്ടോ. HI അൺസ്റ്റേബിൾ, ഫൈനൽ ഇത് റിയാക്ടന്റ് അല്ലേ, ഓക്കെ ആണോടാ, ഇത് റിയാക്ടന്റ്, ഇത് അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ്, ഇവിടെ എന്താ പ്രോഡക്റ്റ്. വേഗം സെറ്റ് ചെയ്ത് കൊടുത്തേ. ശരിയല്ലേ, യുക്തി കറക്റ്റല്ലേ പറഞ്ഞത്, അതാണ് തിയറി പറയുന്നത് അവര്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ഇത് എന്തിനാ ഇപ്പൊ പറഞ്ഞ് കൊണ്ടുവന്ന് നമ്മള് ആര് എഫക്റ്റാ പഠിക്കണം, നമ്മള് ടെമ്പറേച്ചറിന്റെ എഫക്ട് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് ആയിട്ട് ബന്ധമാണ് പഠിക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ സംസാരം ഒക്കെ വന്ന് കയറുന്നത്. ഓക്കെ, ഇതുകൂടെ വരച്ച് വയ്ക്കുക. നടപടിയായ നീ ശ്രദ്ധിക്കാം മക്കളെ. അപ്പൊ എന്ത് വേണം പറഞ്ഞേ, ഒരു എക്സ്ട്രാ എനർജി വേണം, എന്നാലാണ് ആ റിയാക്ടന്റ് എന്താവുക, പ്രൊഡക്റ്റ് ആവുക. ആ എക്സ്ട്രാ എനർജിനെ വിളിക്കുന്ന പേരെന്താ, ആക്ടിവേഷൻ എനർജി. അപ്പൊ നമ്മളെ ഒരു റിയാക്ഷൻ എയും ബിയും തമ്മിലുള്ള റിയാക്ഷൻ, എയും ബി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാത്രത്തിലിട്ടു. ഓക്കെ, റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേ, റിയാക്ഷൻ നടക്കാൻ വേണ്ടി. അപ്പൊ എയും ബിയും ചേർന്നിട്ട് എന്തോ ആവണം, പ്രോഡക്റ്റ് ആവണം. അതിന് എന്ത് വേണം, ആക്ടിവേഷൻ എനർജി വേണം. ഇത് ഞാൻ ഒരു 100 ഡിഗ്രിയിൽ ചെയ്യണോ, ഒരു 200 ഡിഗ്രിയിൽ ചെയ്യണോ, എപ്പോഴാ പെട്ടെന്ന് ആക്ടിവേഷൻ എനർജി കിട്ടുക, എത്ര ഡിഗ്രിയിലാ, ഉറക്കെ പറഞ്ഞേ, 200 ഡിഗ്രിയിൽ. കാരണം എന്താ, ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കണമെങ്കിൽ അവിടെ അത്ര പോലെ ഹീറ്റ് കാരണം വേണ്ടേ. അപ്പോ ആലോചിച്ച് കണക്ട് ചെയ്ത് പറഞ്ഞേ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ പെട്ടെന്ന് എന്ത് കിട്ടും, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ കുറെ കൊടുക്കണം, സിസ്റ്റം ചൂടാക്കാണ്, പുറത്ത് കുറെ എനർജി കൊടുക്കല്ലേ. അപ്പൊ പെട്ടെന്ന് എന്ത് അക്വയർ ചെയ്യാൻ പറ്റും, എന്ത് എനർജി അക്വയർ ചെയ്യാം, ഉറക്കെ പറയടാ, ത്രെഷോൾഡ് എനർജിയിലേക്ക് എത്താം. അക്വയർ ചെയ്യുന്നത് ആവശ്യമുള്ളത് മാത്രം എന്താ, ആക്ടിവേഷൻ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ പെട്ടെന്ന് എന്ത് കിട്ടും,
അപ്പൊ പെട്ടെന്ന് എന്ത് നടക്കും? ഉറക്കെ പറ, പെട്ടെന്ന് എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. അതായത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ റിയാക്ഷൻ വേഗം നടക്കും. റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ആദ്യം നമ്മൾ പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുന്തോറും എന്താ റേറ്റ് കോൺസ്റ്റന്റ് കൂടും. അത് എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കൂടുതൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് അക്വയർ ചെയ്യാൻ പറ്റും? ആക്ടിവേഷൻ എനർജി അക്വയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്ന റിയാക്ഷന്റെ റേറ്റ് കൂടുന്നത്. പറഞ്ഞത് അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നത്? റിയാക്ഷന്റെ റേറ്റ് കൂടുന്നത്. കുഴപ്പമില്ലല്ലോ. അതാണ് അതിന്റെ ഫൈനൽ പോയിന്റ്. എഴുതാം. As the temperature increases, comma, the number of molecules, as the temperature increases, comma, the number of molecules which can gain energy equal or equal to or greater than energy of activation increases. Hence more molecules can cross energy barrier and the rate of reaction എന്താ പറഞ്ഞേ? and the rate of reaction increases. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ബോർഡ് ശ്രദ്ധിച്ചേ. അപ്പൊ കുറെ ആൾക്കാർ ഓടി വരികയാണ് അല്ലേ? ഒരു വലിയൊരു മാരത്തോൺ കഴിഞ്ഞ് വരികയാണ്. ഓടി വരികയാണ്. 10 പേരുണ്ട്. മൊത്തം എത്ര ആൾക്കാരുണ്ട്? 10 പേര് ഓടി വരികയാണ്. ഒരു പേര് കോറിലേറ്റ് ചെയ്ത് പറയണോ? സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് മനസ്സിലാവാൻ വേണ്ടി. 10 പേര് ഓടി വരിക. ഇവിടെ അപ്പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്ത് കിടക്കണം? ഈ ബാരിയർ കിടക്കണം. ഒരു കുറെ ഓടിയിട്ട് വരണമെന്ന് കരുതുക. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ എന്ത് ചെയ്തു? ഒരു 10 പാക്കറ്റ് എന്ത് വെച്ചിട്ടുണ്ട്? ഗ്ലൂക്കോസ് പൊടി വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഇപ്പൊ കുറച്ച് പേര് കടന്നു. കാരണം എന്താ? അവര് കുറെ ഓടി ക്ഷീണിച്ചിട്ട് വരണം. ഇവിടെ വന്നിട്ട് എന്തെടുത്തു? കുറച്ച് ഗ്ലൂക്കോസ് പൊടി എടുത്തു, തല്ലുപൊടി എടുത്ത് കഴിച്ചു. 5 എണ്ണം കൂട്ടിക്കോ തൽക്കാലം. എന്നിട്ട് കഴിക്കാൻ പറ്റിയവരെ അങ്ങോട്ട് ചാടി. അതിന് പകരം ഞാനിവിടെ അപ്പൊ 5 പേരെ അങ്ങോട്ട് ചാടാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ 100 പാക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിലോ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? ചാടും. മനസ്സിലായ? ഈ ഗ്ലൂക്കോസ് പൊടി വെക്കാന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ നമുക്ക് വേണ്ട എക്സ്ട്രാ ബാരിയർ ക്രോസ് ചെയ്യാൻ വേണ്ടത് എക്സ്ട്രാ എനർജി. അപ്പൊ നമുക്ക് നല്ലപോലെ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എഴുതിയത് എന്താ? മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിൽ ഗെയിൻ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്താണ്? ആക്ടിവേഷൻ എനർജി ലഭിക്കുന്ന മോളിക്യൂളുകളുടെ എണ്ണം കൂടും. അപ്പൊ കൂടുതൽ മോളിക്യൂൾസ് ഇങ്ങോട്ട് കടക്കും. എനർജി ബാരിയർ കടന്ന് പ്രൊഡക്റ്റ് ആവും. അപ്പൊ പെട്ടെന്ന് ഒരു എന്ത് നടക്കും? കൂടുതൽ റിയാക്ഷൻ റേറ്റ് അവിടെ സംഭവിക്കും. അപ്പൊ കൂടുതൽ ഗ്ലൂക്കോസ് പൊടി വെച്ച് കൊടുക്കുന്ന പോലെ കൂടുതൽ എന്ത് കൊടുക്കുക? ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൂടുതൽ മോളിക്യൂൾസിന് എന്ത് ക്രോസ് ചെയ്യാൻ പറ്റും? എനർജി ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്യാൻ ക്രോസ് ദ എനർജി ബാരിയർ. അപ്പൊ റിയാക്ഷൻ കുറച്ചുകൂടെ വേഗത്തിൽ എന്താ നടക്കും? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പതുക്കെ നടക്കും. ക്ലിയർ അല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കിയേ. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് the number of molecules which gain energy or equal to or greater than energy of activation അല്ലേ increases. ആക്ടിവേഷൻ എനർജിയോ അല്ലെങ്കിൽ അതിന് കൂടുതലോ കിട്ടുന്ന മോളിക്യൂൾസിന്റെ എണ്ണം പറയടാ. ആക്ടിവേഷൻ എനർജിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിട്ടുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? മോർ മോളിക്യൂൾസ് ക്യാൻ ക്രോസ് ദ എനർജി ബാരിയർ ആൻഡ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ അതാണ് അതിന്റെ തിയറി സെക്ഷന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. കുറെ സമയം തന്നു അല്ലെ? സാരല്ലേ. ഇനി നെക്സ്റ്റ് എന്തെങ്കിലായോ? ഒരു ചെറിയ ഭാഗം കൂടെ കറക്റ്റ് എന്തെങ്കിലായോ? ഒരു മിനിറ്റ് വരുന്നു. നമ്മുടെ അറേനിയസ് ഇക്വേഷൻ അത് പെട്ടെന്ന് ചെയ്യാം. K ഈക്വൽ ടു എന്താ? A into E raised by R ആയോ? EA by RT. പെട്ടെന്ന് ഇതാണ് നിൽക്കണം അല്ലെ? ഇത് കാൽക്കുലേറ്റർ അടിക്കാൻ ഭയങ്കര എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? E raised to പവർ അടിക്കണം. അപ്പൊ രണ്ട് ഭാഗത്ത് ലോഗ് അപ്ലൈ ചെയ്ത് കൊടുത്തേ. നാച്ചുറൽ ലോഗ് എഴുതാം. ln. അപ്പൊ എന്താ വരിക? ln K ഈക്വൽ ടു ln A into E raised to minus EA by RT. ഇങ്ങനെയല്ലേ വരിക? ഡിഫറൻസിയേഷനിൽ ചെയ്യുക. നമ്മുടെ രണ്ട് ഭാഗത്ത് ലോഗ് എടുക്കാൻ ചെയ്തോ?
ചെയ്തല്ലേ സെയിം സാധനം വ്യത്യാസം എൽ എന്ന് എഴുതുമ്പോൾ പേടിയുണ്ടാ എൽ എന്ന് പറഞ്ഞ ബേസ് എന്താ ഈ ബേസിക് അല്ലേ ഇവിടെ ശ്രദ്ധിച്ചു മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക ലക്ഷ്മി വർത്താനം പറയില്ലേ ക്ലാസ്സിലെ എൽ എൻ എ ഇൻറ്റു ബി ലോഗ് എ ഇൻറ്റു ബി എന്താ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താ ലോഗ് എ പ്ലസ് അപ്പൊ എന്താ വരിക എൽ എൻ എ പ്ലസ് എൽ എൻ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എതിർപ്പുണ്ടാ ഇതിനെ എ ആയിട്ട് എടുക്കുക ഈ രണ്ടാമത്തെ ടേമിനെ എന്തായിട്ട് എടുക്കുക ബി ആയിട്ട് എടുക്കുക അപ്പൊ ലോഗ് എ പ്ലസ് ലോഗ് ബി അർത്ഥഞ്ചകലായോ അഞ്ചു പേരല്ലേ ഈ സ്റ്റെപ്പ് ഒരു എഴുതി നിൽക്കാം ബാക്കി പിന്നെ കാരണം പിന്നെ ഇവിടെ ലോഗ് വെച്ചിട്ട് ഇറക്കിക്കൊണ്ടിരണം പിന്നെ എക്സ്പെൻഷൻ ക്യാൻസൽ ചെയ്യണം അപ്പൊ കൂപ്പാൻ ചൗക്കല പോകാൻ ആ ഫെജന്റെ ബർത്ത്ഡേ ആണോ ആ അപ്പൊ ആരുടെ ബർത്ത്ഡേ അപ്പൊ ഫെജോന് ഒരു ഹാപ്പി ബർത്ത്ഡേ പാടി കൊടുത്തേ അവിടെ കൊണ്ടുവന്നിട്ട് വേഗം കൊണ്ടുപോയോ ഒരു ഹാപ്പി ബർത്ത്ഡേ പാടി കൊടുത്തേ ഫെജോന് എന്താ എണീറ്റുന്ന എല്ലാവരും ഞാൻ പെട്ടെന്ന് മേടിച്ചോ പോണോ വഴി